മത്സരം ഇടതും യു ഡി എഫും നേരിട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എം ബി രാജേഷിൻ്റെയും അതുപോലെ തന്നെ വി ടി ബൽറാമിൻ്റെയും പ്രതിച്ഛായകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇരുവരും മണ്ഡലത്തിൽ ഇപ്പോൾ വളരെ സജീവമാണ്, ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും സജീവമാണ്. ഈ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ആദ്യം സജീവമാകാൻ തുടങ്ങിയ നേതാക്കൾ ഇവരൊക്കെ തന്നെയാണ്. വ്യക്തിബന്ധം വി ടി ബൽറാമിന് മണ്ഡലത്തിൽ പലയിടങ്ങളിലുമുണ്ട്. ഇത് യു ഡി എഫിന് ഗുണം ചെയ്യുമെന്ന് യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ പഞ്ചായത്ത് പിടിച്ചെടുത്തത് യു ഡി എഫ് ആണ്. അതെ, തൃത്താല പഞ്ചായത്ത് 25 വർഷത്തിന് ശേഷം പിടിച്ചെടുത്തു എന്നുള്ളൊരു അത് പിടിച്ചെടുത്തതിന് ശേഷം അത്രയൊരു വിജയം, എത്രയും വോട്ടിന്റെ ആണെങ്കിലും ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് വലിയ കാര്യം തന്നെയാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ആ പഞ്ചായത്ത് യു ഡി എഫ് തിരിച്ചു പിടിക്കുന്നത്. ഇന്നൊരു ഓവർ കോൺഫിഡൻസ് ആ മണ്ഡലത്തിൽ തുടർച്ചയായിട്ട് ജയിച്ചു വരുന്നതിന്റെ ഒരു ഓവർ കോൺഫിഡൻസ് വി ടി ബൽറാമിന് ഉണ്ടായിരുന്നിരിക്കാം. തൃത്താല മണ്ഡലത്തിൽ ഓവർ കോൺഫിഡൻസ് വെച്ച് പൊറപ്പിക്കില്ല അവിടുത്തെ ജനങ്ങൾ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇക്കുറി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം, പ്രവചനാതീതം എന്നുള്ളത് കൊണ്ട് തൃത്താല മണ്ഡലത്തിലെ മത്സരാർത്ഥികൾ, ശക്തി ദൗർബല്യങ്ങൾ, സാധ്യതകൾ, വിഷയങ്ങൾ അതെന്ന് വിലയിരുത്തുകയാണ് ടോക്കിംഗ് പോയിന്റ്. എന്നോടൊപ്പം ചേരുന്ന ന്യൂസ് ഡെസ്കിൽ നിന്നും ഗ്രീഷ്മ ബെനി. ഗ്രീഷ്മ നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഗ്രീഷ്മ, തൃത്താലയിൽ വളരെ ഗ്ലാമറസ് പോരാട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ 100 മീറ്റർ ഡാഷ് പോലെയാണ്. ആര് ജയിക്കുമെന്ന് പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ട് വരുന്നത്. ആദ്യം നമുക്ക് മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാൻ തോന്നുന്നു അല്ലേ? വി ടി ബൽറാം കോൺഗ്രസിന്റെ, യു ഡി എഫിന്റെ, അതുപോലെ തന്നെ എം ബി രാജേഷ് CPM, LDF, പിന്നെയുള്ളത് ബി ജെ പി ഉണ്ണികൃഷ്ണനാണ് മത്സരിക്കുന്നത്. ബി ജെ പി അത്ര പ്രസക്തമായിട്ടുള്ള ഒരു മണ്ഡലമല്ല തൃത്താല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 12,000-ൽ പരം വോട്ട് ശങ്കുറ്റി ദാസ് നേടി. അതിനു മുമ്പ് വി ടി രമ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ 15,000-ഓളം വോട്ട് നേടി. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മത്സരം ഇടതും യു ഡി എഫും നേരിട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എം ബി രാജേഷിൻ്റെയും അതുപോലെ തന്നെ വി ടി ബൽറാമിൻ്റെയും പ്രതിച്ഛായകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടു പേരും ഒരേ ജനസിൽപ്പെട്ട നേതാക്കൾ, രണ്ട് ചേരിയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ, രണ്ട് യുവനേതാക്കൾ, മതേതര മുഖമുള്ളവർ, രണ്ടുപേരും കുറച്ചധികം നാൾ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടും ഉണ്ട് അല്ലെ? ഏകദേശം 20 വർഷത്തോളം CPM-ന്റേതായിരുന്നു ആ മണ്ഡലം. അതിനുശേഷം 2011-ലാണ് വി ടി ബൽറാം ആ മണ്ഡലത്തിലേക്ക് വരുന്നത്. കോൺഗ്രസിന്റെ ഒരു മുഖമായിട്ട് അല്ലെങ്കിൽ ഒരു UDF-ന്റെ ഒരു വിജയിയായിട്ട് വരുന്നത് 2011-ലാണ്. അത്രയും വർഷക്കാലം CPM-ന്റേതായിരുന്നു ആ മണ്ഡലം. 2011 ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് നോക്കുമ്പോൾ കുറേയേറെ UDF-ന്റെ യുവ നേതാക്കൾ ഒരു രംഗപ്രവേശനം ചെയ്തതുപോലെ ഒരു സ്റ്റാർഡത്തിലേക്ക് അവർ ഉയർന്നു വന്നതുപോലെയുള്ള ഒരു വർഷമായിരുന്നു 2011. നമ്മൾ നോക്കുമ്പോൾ ഷാഫി പറമ്പിൽ, തൊട്ടടുത്ത് പാലക്കാട് ആദ്യമായി ജയിക്കുന്നത് 2011-ലാണ്. അതേ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ വി ടി ബൽറാമും ഉയർന്നു വരികയാണ്. അന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ നോക്കുമ്പോൾ വി ടി ബൽറാമിൻ്റെ ഇമേജ് ആയിരുന്നു ഉയരത്തിൽ നിന്നത്. വി ടി ബൽറാം ആയിരുന്നു ഏറ്റവും ശ്രദ്ധ നേടിയ യുവ നേതാക്കളിൽ ഒരാൾ. പക്ഷേ അതിനുശേഷം ഷാഫി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചത്. ഏതായാലും തൃത്താലയിലേക്ക് വരുമ്പോൾ വി ടി ബൽറാം 2011-ൽ MLA ആകുന്നു. അന്ന് വളരെ ശ്രദ്ധേയമായ പോരാട്ടം അദ്ദേഹം കാഴ്ചവെച്ചു. 57,800-ൽ പരം വോട്ടുകൾ അദ്ദേഹം നേടി. അതിനുശേഷം 2016-ലും ആ വിജയം ആവർത്തിക്കുന്നു. അന്ന് വോട്ട് കുറെ കൂടി കൂട്ടി 66,505 വോട്ടാണ് നേടിയത് വി ടി ബൽറാം. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി CPM-ന്റെ സുബൈദ ഇസഹാക്കായിരുന്നു. അന്നും മികച്ച വിജയം നേടി മുന്നോട്ട് പോകുന്നു. പക്ഷേ 2021-ലെത്തിയപ്പോഴാണ് എം ബി രാജേഷിന് മുന്നിൽ കാലിടറുന്നു. പക്ഷേ രണ്ടുപേർക്കും ലഭിച്ച വോട്ടുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എം ബി രാജേഷിന് അന്ന് ലഭിച്ചത് 69,814 വോട്ടാണെങ്കിൽ വി ടി ബൽറാമിന് 66,798 വോട്ടും ലഭിച്ചു. ഏതായാലും വി ടി ബൽറാമിൻ്റെ ആ ഒരു സ്ട്രീക്കിന് തടസ്സപ്പെടുത്തുവാൻ എം ബി രാജേഷിന് സാധിച്ചു. 3016 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എം ബി രാജേഷ് ജയിച്ചു വന്നത്. ഇനിയിപ്പോൾ എം ബി രാജേഷിന്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ തന്നെയും അദ്ദേഹം ലോക്സഭാംഗമായിരുന്നു. മികച്ച ഒരു പാർലമെന്റേറിയനായി തിളങ്ങുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ നിയമസഭയിലെത്തിയിരിക്കുന്നത് അല്ലേ? അതെ, 2009-ലാണ് ആദ്യമായിട്ട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് വിജയിച്ചു വരുന്നത്. പാലക്കാട് നിന്നാണ്. 1820 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു. പിന്നീട് 2014 വീണ്ടും വിജയം ആവർത്തിച്ചു. പിന്നീട് അതുപോലെ തന്നെ ഈ പാലക്കാട് അദ്ദേഹത്തിനുണ്ടായ വിജയം എന്ന് പറയുന്നത് ഈ പാലക്കാട് കോച്ച് ഫാക്ടറിക്കായിട്ട് രാജേഷ് നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ സ്വീകാര്യത കൂട്ടി. അങ്ങനെയാണ് അവിടെ ലോക്സഭയിലേക്ക് MP വീരേന്ദ്രകുമാറിനെയാണ് അദ്ദേഹം ഏകദേശം 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് 2014. പിന്നീടാണ്
2019 ഈ പറയുന്നത് പോലെ ഒരു UDF തരംഗം ഉണ്ടായിരുന്നു. ആ തരംഗത്തില് മുങ്ങിപ്പോയി രാജേഷ്. അങ്ങനെ VK ശ്രീകണ്ഠനോട് പരാജയപ്പെട്ടു. അതെ, പിന്നെ അങ്ങനെയാണ് നിയമസഭയിലേക്ക് വരും. ഇങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് അൺപ്രഡിക്റ്റബിൾ തൃത്താല എന്നുള്ള ചോദ്യത്തിന് രണ്ടുപേരും ജനമനസ്സിൽ ഒരേപോലെ ഇടം നേടി മുന്നോട്ട് പോകുന്നവരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടുപേരും നേരത്തെ ഗ്രീഷ്മ പറഞ്ഞതുപോലെ യുവാക്കളാണ്, അതുപോലെ തന്നെ എനർജറ്റിക് ആണ്, മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. കിട്ടിയ സമയം കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ രണ്ടുപേർക്കും സാധിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ VT ബൽറാം അല്ലെങ്കിൽ UDFും ഇപ്പോൾ നടത്തുന്ന പ്രചാരണം എന്തെന്ന് വെച്ചാൽ ആ 10 വർഷം VT ബൽറാം MLA ആയിരുന്ന 10 വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ, വികസനം വലിയ രീതിയിൽ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റി. അതിനപ്പുറത്തേക്കൊന്നും ആ മണ്ഡലത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് മണ്ഡലത്തിൽ വികസനം വേണമെന്നുണ്ടെങ്കിൽ VT ബൽറാമിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് UDFിന്റെ പ്രചരണം ആയി മുന്നോട്ട് പോകുന്നതിൽ MP രാജേഷ് മന്ത്രി ആയതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ അത്ര സജീവമല്ല എന്ന തരത്തിലുള്ളൊരു നരേറ്റീവ് സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ MP രാജേഷ് പറയുന്നത് എന്താണ്? എനിക്ക് എപ്പോഴും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാൻ സാധിച്ചേക്കില്ല. കാരണം അദ്ദേഹം മന്ത്രിയാണ്, നിയമസഭയിൽ ഉണ്ടാകണം, സംസ്ഥാനത്തുടനീളം സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ചില അവസരങ്ങളിൽ മാത്രമാണ് താൻ മാറി നിന്നിട്ടുള്ളത്. താനും മണ്ഡലത്തിൽ സജീവമായിരുന്നു. പക്ഷേ തനിക്ക് വേണ്ടി സംസാരിക്കുവാൻ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അവിടെയുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ താൻ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം ശ്രദ്ധേയമാണ്. അതിന് ജനങ്ങൾ തന്നെ വോട്ടിലൂടെ പിന്തുണയ്ക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് അദ്ദേഹം ജനങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിൽ ആയുധമാക്കി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു സംഘാടകൻ എന്നുള്ള നിലയിലും അദ്ദേഹം പേരെടുത്ത് വരികയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എക്സൈസ് വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾക്ക് അത്ര സ്വീകാര്യമാണോ? കുറെ അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ മദ്യശാലകൾ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട തൃത്താലയ്ക്ക് തൊട്ടടുത്താണ്, എങ്കിലും തൃത്താലയ്ക്കകത്തല്ല. തൃത്താലയ്ക്കകത്തല്ല, പക്ഷെ അദ്ദേഹം മന്ത്രി ആയതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തെ ബാധിക്കും. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാറുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, സമയം കൂടിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് കുടിക്കാൻ യഥേഷ്ടം ബാറുകളുണ്ട്, സമയവും ഉണ്ട് കൂടുതലായി. UDF പൂട്ടിയ പല ബാറുകളും LDF വന്നതിന് ശേഷമാണ് തുറന്നത് എന്നുള്ളൊരു ഒരു നറേറ്റീവ് ആളുകൾക്കിടയിലുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സംഭവമുണ്ട്. എങ്കിലും ഈ ദേശീയ കുടുംബശ്രീ മേളയൊക്കെ തന്നെ മണ്ഡലത്തിൽ നടത്തി എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു ഓളം സൃഷ്ടിക്കുവാൻ MP രാജേഷിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ചിലരൊക്കെ പറയുന്നത്. എന്തായാലും ഒരേ രീതിയിൽ നിരീക്ഷകർ പറയുന്ന ഒരു കാര്യം, ഇരുവരും മണ്ഡലത്തിൽ ഇപ്പോൾ വളരെ സജീവമാണ്, ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും സജീവമാണ്. ഈ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ആദ്യം സജീവമാകാൻ തുടങ്ങിയ നേതാക്കൾ ഇവരൊക്കെ തന്നെയാണ്. ബൽറാമും അതുപോലെ തന്നെ MP രാജേഷും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെർട്ടൈസ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ ശരിക്കും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. അതുപോലെ തന്നെ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടുള്ള അവകാശവാദങ്ങളും രണ്ടുപേരുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് പോകുന്നുണ്ട്. വ്യക്തിബന്ധം VT ബൽറാമിന് മണ്ഡലത്തിൽ പലയിടങ്ങളിലുമുണ്ട്. ഇത് UDFിന് ഗുണം ചെയ്യുമെന്ന് UDF ക്യാമ്പ് പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നുണ്ട്. ഇങ്ങനെയാണ് പോകുന്നത് എങ്കിൽ തന്നെയും അവിടെ വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കക്ഷി നിലയാണ്. 8 പഞ്ചായത്തുകളാണുള്ളത്, അല്ലേ? 8 പഞ്ചായത്തുകളിൽ 2020 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 4-4 ആയിരുന്നു സ്കോർ. UDFിന് 4, LDFിന് 4. പക്ഷേ 2021 MP രാജേഷ് തിരഞ്ഞെടുപ്പ് വിജയിച്ചു വന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ആ 4-4 എന്ന ബലാബലം നിന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം വിജയിച്ചു വന്നു. 3000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം VT ബൽറാമിനെ മറികടന്ന് വിജയിച്ചു വന്നു. ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ UDFിന് ആശ്വസിക്കാം. 5-3 ആണ് സ്കോർ. 5 പഞ്ചായത്തുകൾ UDFിൻ്റെ കൈവശമുണ്ട്, 3 എണ്ണം മാത്രമാണ് LDF ജയിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, അതിൽ LDF ക്യാമ്പ് പറയുന്നു ഈ സ്കോർ 5-3 ആണെങ്കിൽ തന്നെയും നിങ്ങൾ കൂടുതൽ അഹങ്കരിക്കേണ്ടതില്ല. ആകെ 940 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുള്ളത് ഈ 8 പഞ്ചായത്ത് കൂടി എടുക്കുമ്പോൾ എന്നാണ് അവർ പറയുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ പഞ്ചായത്ത് പിടിച്ചെടുത്തത് UDF ആണ്. അതെ, തൃത്താല പഞ്ചായത്ത് 25 വർഷത്തിന് ശേഷം പിടിച്ചെടുത്തു എന്നുള്ളൊരു, അത് പിടിച്ചെടുത്തതിന് ശേഷം അത്രയൊരു വിജയം, ഇത്രയും വോട്ടിന്റെ ആണെങ്കിലും ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് വലിയ കാര്യം തന്നെയാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ആ പഞ്ചായത്ത് UDF തിരിച്ചു പിടിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് അവലോകനം നടത്തി വരുമ്പോൾ എന്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം VT ബൽറാം തോറ്റു എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയാണ്. രണ്ടുപേർക്കും നല്ല ഇമേജ് ഉണ്ട്, രണ്ടുപേരും വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്, രണ്ടുപേരും യുവാക്കളാണ്, ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്, രണ്ടുപേരും മതേതരരാണ്.
എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു എഡ്ജ് എം പി രാജേഷിന് കിട്ടിയെന്ന് ചോദിച്ചാൽ അവിടെ ഒരു രാഷ്ട്രീയ കാരണമുണ്ട്, ഒരു വിവാദ വിഷയമുണ്ട്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് VT ബൽറാം ഒരു വിവാദ പരാമർശം നടത്തി. നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഈ ചില വാക്കുകളും പരാമർശങ്ങളും വല്ലാതെ അങ്ങ് വേദനിപ്പിക്കും അത് പറഞ്ഞവരെ. AKGയെ കുറ്റപ്പെടുത്തി അദ്ദേഹം മുന്നോട്ട് വന്നിരുന്നു. അതായത് AKG ബാലപീഡകനാണ്, അദ്ദേഹത്തിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുക്കണം തുടങ്ങിയ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. AKGയുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു സംഭവത്തിന് ശേഷം CPM അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ ഉപരോധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് CPM ഭരിക്കുന്ന പഞ്ചായത്തുകളിലേക്ക് തന്നെ ഔദ്യോഗിക പരിപാടികളിൽ ക്ഷണം ലഭിച്ചിരുന്നില്ല. പാടെ അദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു പ്രചാരണം അഴിച്ചുവിടുകയും ചെയ്തു. അത് CPM വിശ്വാസികളായി, നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിൽ ഈ രാഷ്ട്രീയത്തിന് അതീതമായി AKGയെയും ഒക്കെ തന്നെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. VSനെയും AKGയെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ തന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ AKGക്കെതിരെ അത്തരത്തിലൊരു പരാമർശം നടത്തിയ ആളെ നമുക്ക് വേണ്ട എന്ന ഒരു പ്രചാരണം നടത്തിവിടാൻ അന്ന് സാധിച്ചിരുന്നു LDFന്. അതുപോലെ തന്നെ KR മീര, അശോകൻ ചെരുവിൽ ഇവർക്കെതിരെയുമൊക്കെ ഇതുപോലെ തന്നെ വ്യക്തിപരമായ അധിക്ഷേപം VT നടത്തിയിരുന്നു. ഓക്കെ, അത് അദ്ദേഹത്തിന് ചിലപ്പോൾ ദോഷം ചെയ്തിരിക്കാം. പിന്നെ ഒരു ഓവർ കോൺഫിഡൻസ് ആ മണ്ഡലത്തിൽ തുടർച്ചയായിട്ട് ജയിച്ചു വരുന്നതിന്റെ ഒരു ഓവർ കോൺഫിഡൻസ് VT ബൽറാമിന് ഉണ്ടായിരുന്നിരിക്കാം. പിന്നെ യുവാവിൻ്റെതായ ഒരു ധാർഷ്ട്യം, കാരണം ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ പറയുന്ന പോലെ ഒരു സ്റ്റാർ ആയിരുന്നു VT ബൽറാം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നിരിക്കും, ജയിക്കുമായിരിക്കും എന്നുള്ളൊരു സാധനം. തൃത്താല മണ്ഡലത്തിൽ ഓവർ കോൺഫിഡൻസ് വെച്ച് വെറുപ്പിക്കില്ല അവിടുത്തെ ജനങ്ങൾ. അതാണ് അവിടുത്തെ ചരിത്രം. ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു അലസത ഒരു കാരണവശാലും നമുക്ക് തൃത്താലയിൽ എടുക്കാൻ പറ്റില്ല. അത് മടക്കി പോക്കറ്റിൽ വെച്ചോളാൻ പറയും, തോപ്പിച്ച് കൈ കൊടുക്കും ആൾക്കാർ. അങ്ങനെ ഒരു മണ്ഡലം, അതാരായാലും ഇടതായാലും വലതായാലും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മണ്ഡലം അൺപ്രഡിക്റ്റബിൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി ഒരു വൈറ്റൽ ഫാക്ടർ കൂടിയുണ്ട് ഈ മണ്ഡലത്തിൽ. SIRന് ശേഷം അവിടുത്തെ മുസ്ലിം വോട്ടർമാരുടെ എണ്ണം 40-ൽ നിന്ന് 49% ഉയർന്നു എന്നാണ് പറയുന്നത്. നേരത്തെ പല മണ്ഡലങ്ങളിലായി കിടന്ന വോട്ടുകളെല്ലാം തന്നെ കൃത്യമായി ക്രമീകരിച്ച് നോക്കുമ്പോൾ ഇവിടെ 49% വന്നിരിക്കുകയാണ്. അപ്പോൾ 9% വർധനവ് മുസ്ലിം വോട്ടിൽ വന്നിരിക്കുകയാണ്. അത് ആര് കൂടുതൽ നേടും, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം ആർക്ക് പിന്തുണ നൽകും കൂടുതലായി എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത റിസൾട്ട് എന്നുകൂടി വരുന്നുണ്ടൊരു നിരീക്ഷണം, അല്ലേ? അതെ, ഇതിപ്പോ LDFനും UDFനും മുസ്ലിം വോട്ടുകൾ ലഭിക്കാൻ സാഹചര്യമുണ്ട്, സാധ്യതയുണ്ട്. ഇരുവർക്കും ക്ലെയിം ചെയ്യാൻ സാധിക്കും. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ BJP അല്ലെങ്കിൽ NDAക്ക് മാത്രമാണ് മുസ്ലിം വോട്ടുകൾ ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുള്ളൂ. പക്ഷേ LDF UDFനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ടുകൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. ഈ പ്രത്യേകിച്ച് രണ്ട് കാൻഡിഡേറ്റ്സ് ആണ്, ബൽറാമാണ്, രാജേഷാണ്. രണ്ടുപേരും മതേതരരാണ്. ആ ഒരു മതേതര മുഖം കൃത്യമായി പ്രകടിപ്പിക്കുന്ന ആൾക്കാരുമാണ്. സോഷ്യൽ മീഡിയയിലും പ്രകടിപ്പിക്കുന്നുണ്ട്, പൊതുവേദികളിൽ MP രാജേഷ് വളരെ ശക്തമായി വാദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബൽറാമും. അപ്പോൾ ആർക്കൊപ്പം ഇവർ നിൽക്കും എന്നുള്ളതൊരു വളരെ വൈറ്റലായിട്ടുള്ളൊരു ഫാക്ടറാണ്. എനിക്കൊന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നിശ്ചയിക്കുന്ന ഒരു ഫാക്ടർ ഇതായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും. അതിപ്പോ ഇങ്ങനൊരു കണക്കുകൾ പറയുന്ന കണക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വോട്ടുകൾ നിർണായകമാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വിജയം പോലും നിർണ്ണയിക്കപ്പെടുക. കാരണം രണ്ടുപേരും ശക്തരാണ്. 3000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് MP രാജേഷ് ജയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആർക്കാണ് ഇതിൽ മേൽക്കോയ്മ ഉണ്ടാകുന്നത് അവർ സ്വാഭാവികമായിട്ട് വിജയിക്കാനുള്ള സാധ്യതയാണുള്ളത്. തീർച്ചയായിട്ടും. എന്തായാലും 2020-ൽ നിന്നും 2016-ൽ നിന്നും 2021-ലേക്ക് എത്തുമ്പോൾ VT ബൽറാമിൻ്റെ വോട്ട് ഷെയർ കൂടിയത് നമുക്കൊന്ന് നോക്കിയിട്ട് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. 2016-ൽ VT ബൽറാം 66,505 വോട്ടുകൾ ആണ് നേടിയത്. അതേസമയം 2021-ലേക്ക് എത്തിയപ്പോൾ VT ബൽറാം വോട്ട് ഷെയർ അല്പം കൂട്ടിയിട്ടുണ്ട്, പക്ഷേ വിജയം നേടാൻ സാധിച്ചില്ല. 66,798 വോട്ട് നേടി. നേരെ മറിച്ച് 2016-ൽ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന സുബൈദ ഇസഹാക്ക് 55,958 വോട്ടാണ് നേടിയത്. 2021-ലേക്ക് എത്തിയപ്പോൾ MP രാജേഷ് അവിടെ 69,814 വോട്ട് നേടി. അപ്പോൾ 14,000-ലേറെ വോട്ട് അവിടെ MP രാജേഷ് വർദ്ധിപ്പിച്ചു. ഭൂരിപക്ഷം മറികടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇത്രയേറെ മുന്നോട്ട് പോകുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എങ്കിലും ഇക്കുറി UDF ക്യാമ്പിൽ ഒരു പ്രതീക്ഷയുണ്ട്, അല്ലേ? അന്ന് അനൈക്യമുണ്ടായിരുന്നു, ഇപ്പോൾ ഒറ്റക്കെട്ടാണെന്ന് തോന്നുന്നു, അല്ലേ? എന്താണത്? ആ സമയത്ത് 2021-ലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഗ്രൂപ്പുകൾ സജീവമായിരുന്നു. ഗ്രൂപ്പ് തിരിഞ്ഞിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എങ്ങനെയും ജയിച്ചേ പറ്റൂ, ഭരണം തിരിച്ചു പിടിക്കണം എന്നുള്ളൊരൊറ്റ ഒരു കാര്യത്തിലേക്കാണ് UDF നീങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ VT ബൽറാമിനെ വിജയിപ്പിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും
നമുക്ക് കേരളത്തിൽ ഇതുവരെ നമ്മൾ നോക്കിയ മണ്ഡലങ്ങളിൽ വെച്ചൊക്കെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആര് ജയിക്കുമെന്ന് ഒരു കാരണവശാലും പ്രഡിക്ഷൻ നടത്താൻ പറ്റാത്തൊരു മണ്ഡലമായി തൃത്താല. എന്തായാലും അപ്പോൾ നമ്മളുടെ പ്രഡിക്ഷൻസ് ഇവിടെ വിലപ്പോവില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പല മണ്ഡലങ്ങളുടെയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു മണ്ഡലത്തിൽ സ്ട്രെയിറ്റ് ഫൈറ്റ് നടക്കുമ്പോൾ ആ ഫൈറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ റിസൾട്ട് വരുന്നത്, അല്ലേ? ആരെങ്കിലും പാലം വലിച്ചാലോ അല്ലെങ്കിൽ കുതുകാൽ വെട്ടിയാലോ ഒരു സ്ഥാനാർത്ഥി തോൽക്കും എന്നുള്ള സ്ഥിതി ഒട്ടേറെ മണ്ഡലങ്ങളിലുണ്ട്. സ്വന്തം ക്യാമ്പ് ചതിച്ചാൽ തോൽക്കുന്ന പല മണ്ഡലങ്ങളും ഉണ്ട്. പക്ഷേ തൃത്താലയിലേക്ക് വരുമ്പോൾ ഫൈറ്റാണ്, സ്ട്രെയിറ്റ് ഫൈറ്റാണ്. രണ്ട് ടീമും സജ്ജമാണ്. ആ രണ്ട് ടീമും സജ്ജമായി നിൽക്കുകയാണ്, ഏറ്റുമുട്ടുകയാണ്. രണ്ട് പോരാളികൾ, രണ്ട് നമ്മൾ പറയുമല്ലോ സ്റ്റാൾ വാട്സ് ഏറ്റുമുട്ടുകയാണ്. ആർക്ക് വേണമെങ്കിലും വിജയം വരാം. തീ പാർന്ന പോരാട്ടമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ NDAക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്, അവരുടെ വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ VT ബൽറാമായിരിക്കുമോ ചിരിക്കുക, MB രാജേഷ് ആയിരിക്കുമോ എന്ന് കൗണ്ടിങ് ദിവസം മാത്രം പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് തൃത്താല കടന്നു പോകുന്നത് എന്ന് ചുരുക്കം. എന്നാലും നമുക്ക് കാത്തിരിക്കാം, അല്ലേ? അതെ. ടോക്കിംഗ് പോയിന്റിൽ ഇന്ന് നമ്മൾ സംസാരിച്ചത് തൃത്താലയെക്കുറിച്ചാണ്. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി അധികം വൈകാതെ എത്താം. നമസ്കാരം.